നമസ്കാരം. സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി ബോട്ടണി വിഭാഗം നടത്തുന്ന നാട്ടറിവുകളുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ അഥവാ റെലവൻസ് ഓഫ് എത്നോ ബൊട്ടാണിക്കൽ പ്രാക്ടീസസ് ഇൻ ഡെയിലി ലൈഫ് എന്ന വെബിനാറിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും. ആദ്യമായി തന്നെ ബോട്ടണി വിഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുന്ന കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു വർഗീസിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. അടുത്തതായിട്ട് ഇന്നത്തെ നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ പ്രമോദ് കുമാർ സാറാണ്. സാറ് പാലക്കാട് NSS ഒറ്റപ്പാലം കോളേജിലെ ബോട്ടണി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിക്കും. സാറിന്റെ ഗവേഷണ മേഖല സാറിനെ ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും ബോട്ടണി വിഭാഗത്തിന്റെ പേരിൽ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. സാറിന്റെ ഗവേഷണ മേഖല ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, ടാക്സോണമി, എത്തനോബോട്ടണി, മെഡിസിനൽ പ്ലാന്റ്സ് ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങളായിട്ടുള്ള IFGTP, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് ജെനറ്റിക്സ് ആൻഡ് ട്രീ ബ്രീഡിംഗ് കോയമ്പത്തൂർ, കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് KFRI, ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ ഗവേഷണ കേന്ദ്രങ്ങളിലും സാറ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സാറ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിന്റെ റിസർച്ച് പ്രോജക്റ്റുകളിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ecological studies on focal species in Silent Valley and Kolli Hills, forest agriculture ecosystem analysis to assess ecosystem health and identify rehabilitation strategies in Kerala part of Nilgiri bioreserve. Sir, Indian Angiosperm Taxonomy, Indian Association of Angiosperm Taxonomy lifetime member ആണ്. സാറിന്റെ PhD തന്നെ പ്ലാന്റ് ടാക്സോണമിയിലാണ്. സിസ്റ്റമാറ്റിക്സ് ആൻഡ് എത്തനോബൊട്ടാണിക് സ്റ്റഡീസ് ഓഫ് റൂബിയേസി ഓഫ് കേരള. സാറിന്റെ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട റിസർച്ച് പേപ്പറുകൾ എക്കോളജിക്കൽ ആൻഡ് എക്കണോമിക് വാല്യൂ ഓഫ് പ്ലാന്റ് ഡൈവേഴ്സിറ്റി ഓഫ് പെരിയാർ ടൈഗർ റിസർവ്, എത്തനോബൊട്ടാണിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് സം പ്ലാന്റ്സ് യൂസ്ഡ് ഫോർ ഹീലിംഗ് പ്രാക്ടീസസ് ഇൻ കേരള. ഇന്ന് ദേശീയ ആയുർവേദ ദിനമാണ്. ഇന്ന് തന്നെ സാറിനെ പോലെ ഒരു വ്യക്തിയിൽ നിന്ന് നാട്ടറിവുകളെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. സാറിനെ സെന്റ് പീറ്റേഴ്സ് കോളേജിന്റെ ബോട്ടണി വിഭാഗത്തിന്റെ പേരിലും വ്യക്തിപരമായി എൻ്റെ അധ്യാപകൻ എന്ന പേരിലും ഏറ്റവും സ്നേഹത്തോടെയും ആദരവോടെയും എൻ്റെ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു സർ. അടുത്തതായി ബോട്ടണി വിഭാഗത്തിലെ എല്ലാ അധ്യാപകരെയും അനധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. Let me also welcome the participants who joined from outside Kerala. Welcome you all for joining with us today. അടുത്തതായിട്ട് നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു വർഗീസ് സാറിനെ ഈ അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് സ്വാഗതം ചെയ്യും. വെൽക്കം സർ. ഗുഡ് മോർണിംഗ് വൺ ആൻഡ് ജോൺ. കേൾക്കാമോ രമ്യ? കേൾക്കാം സർ. പ്രിയമുള്ളവരെ, സെന്റ് പീറ്റേഴ്സ് കോളേജിലെ PG ഡിപ്പാർട്ട്മെന്റായ ബോട്ടണി, PG ആൻഡ് റിസർച്ച് ഡിപ്പാർട്ട്മെന്റായ ബോട്ടണിയുടെ ആഭിമുഖ്യത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ധാരാളം പ്രോഗ്രാമുകൾ നടന്നു കഴിഞ്ഞു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണ്. നാട്ടറിവുകളുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണത്. പ്രശസ്തനായ ആയുർവേദ ആചാര്യൻ രാഘവൻ തിരുമുൽപ്പാട് പറഞ്ഞതുപോലെ ഏത് ജീവിക്ക്, ഏത് മനുഷ്യ ജീവനും അവന്റെ ജീവിത പരിസരത്ത് തന്നെ അവന്റെ ആയുർദൈർഘ്യത്തിനും രോഗത്തിനുമുള്ള ചെടികൾ ഈശ്വരൻ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പശ്ചിമ ഘട്ട മലനിരകൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേശം എന്നുള്ള നിലയിൽ ധാരാളം ചെടികൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ധാരാളം നാട്ടറിവുകൾ നമ്മൾ പാരമ്പര്യമായി പിന്തുടരുന്നു. ഇങ്ങനെയുള്ള ഈ പാരമ്പര്യവും അതിൻ്റെ ശാസ്ത്രീയപരമായ അടിസ്ഥാനവും ആയിരിക്കും ഇന്ന് ബഹുമാനപ്പെട്ട പ്രമോദ് സാറ് നമ്മളോട് സംസാരിക്കുന്നത്. ഈ സെമിനാർ ഓർഗനൈസ് ചെയ്ത ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ കോർഡിനേറ്ററായ രമ്യ ജി നായരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. I congratulate all the members of the department and the participants for this program. Especially I welcome our beloved resource person Dr. Pramod Kumar for the program. Thank you. All the best. Thank you. Welcome Pramod sir.
Okay, Okay. let us start the program. Yes, sir. Yes, sir. Okay. Thank you, Ramya. Yes. Am I audible? Yes, sir. Kekam, kekam. Uh, What about the PowerPoint? Is it clear? Yeah, yeah, visible, sir. Okay. So, നമ്മുടെ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞു, രാഘവൻ തിരുമുൽപ്പാട് പറഞ്ഞു വരുന്നത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞു സാറ്. നമ്മുടെ ടോപ്പിക്കും ഇന്നത്തെ ദിവസം നമ്മൾ അറിയാതെ ഒരു കോയിൻസിഡൻസിലും എത്തിച്ചേർന്നിരിക്കുന്ന ആയുർവേദ ദിനം കൂടെയാണ്. നാട്ടറിവുകളുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ, അത് ആയുർവേദമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഓക്കെ. സോ വാട്ട് ഈസ് എത്നോബോട്ടണി? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇതൊരു ക്ലാസ് ആയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് പറയണമല്ലോ. നാട്ടറിവുകൾ എന്താണെന്നൊന്നും അറിയണമല്ലോ. വാട്ട് ഈസ് എത്നോബോട്ടണി? എത്നോബോട്ടണി ഡീൽസ് വിത്ത് ദ ഡയറക്റ്റ് യൂസ് ഓഫ് പ്ലാന്റ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് ഫോർ ദ എയിൽമെന്റ്സ്. നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചെടികൾ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കുന്നു, ഇത് ആണ് എത്നോബോട്ടണി എന്ന് പറയുന്ന ശാസ്ത്രശാഖയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്ന മെഡിസിന് പറയുന്നതാണ് എത്നോ മെഡിസിൻ. ഇതിന് എത്നോ മെഡിസിൻ എന്ന് പറയാൻ കാര്യം, ഇത് നമ്മുടെ പൂർവികരാണ് ഇതിൻ്റെ ഉപജ്ഞാതാക്കൾ. എത്നിക് പീപ്പിൾസിൽ, അതായത് നമ്മുടെ ആദിവാസികളിലൂടെ അങ്ങനെയുള്ള ഗോത്രവർഗക്കാരിൽ നിന്നൊക്കെ കിട്ടിയ നോളജ് നമ്മൾ പരമ്പരാഗതമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു നോളജാണ്. ദിസ് നോളജ് ഈസ് വി ഗെറ്റ് ഫ്രം അവർ ancestral peoples. That is by the name ethnobotany. So these ethnobotanical knowledge or the preparations or the ethnomedicine preparations are with very less side effects, and this knowledge is vanishing from the current generations, so that this will lose our biodiversity also. The young generation is not interested to follow this knowledge. So in our this today's session, we are trying to share this ethnobotanical knowledge to the student groups, so that some of them will be in continuity. The first plant is Emblicia officinalis. All of you heard about this plant. എല്ലാവർക്കും ഈ പ്ലാന്റിനെ കുറിച്ച് അറിയാം. Anyone from outside Kerala? You don't know Malayalam? Anyone? Sir, there are few peoples from Bangladesh and Nepal, Orissa, etc. So. Okay. So, okay, I will explain in English also. Okay, no problem. So, Emblicia officinalis, this belongs to the family Euphorbiaceae. That is the botanical side. The ethnobotanical side of this plant is this gooseberry. Is used for, in ancient times, it is used for increasing the iron content of the blood, or it is used for anemia, treatment of the anemia, and also it is hepatoprotective. It is used for the treatment of jaundice. മഞ്ഞപ്പിത്തം വന്ന ആൾക്കാർക്ക് നെല്ലിക്കയായിട്ട് കഴിക്കാം. നെല്ലിക്ക നേരിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ചമ്മന്തി അരച്ച് കഴിക്കാം. നെല്ലിക്കായും gooseberry make a paste with coconut and the pepper. Salt can also be added along with this. A good food also is a medicine.
for liver ailments, and also it reduces the glucose level in the blood. So it is a good medicine for diabetic persons also. And it is also a good medicine for reducing the problems of fatty liver. Fatty liver is a problem, major problem affecting the persons with high cholesterol. This also reduces the problems of fatty liver also. Okay. That is about the, and this Embolica officinalis increases the body resistance power, so that it will reduce the problems of COVID. It may reduce the problems of COVID-19 also, because it increases the body resistance power, and it contains lot of vitamin C. That is the main medicine for the COVID-19. The second plant is ash gourd, Benincasa hispida. That is the botanical name of ash gourd. This is in Sanskrit, it is called Kushmanda. Kushmanda. Malayalam, it is called Kumbalanya. Kumbalanya. This plant of high importance, very much important. This is a tonic, cardiac tonic. This increases the power of our heart muscles. So it is cardiac tonic, and it is used for the treatment of ulcer, acidity, and it is also reduces the anxiety, neuro problems, and also it is aphrodisiac. Aphrodisiac means it increases the sexual potency also. നമ്മൾ കുമ്പളങ്ങ എന്ന് പറഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു പച്ചക്കറി ആയിട്ടാണ് കാണുന്നത്. പക്ഷെ നമ്മുടെ പൂർവികർ ഇതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിരുന്നു. So we must include this in our diet. And one other use of this Benincasa hispida is there is a central placenta inside the fruit. There is a placenta juicy part. That juicy part is applied for burns. നമ്മൾ പൊള്ളൽ ഉണ്ടാകുമ്പോൾ കുമ്പളങ്ങയുടെ ഉള്ളിലുള്ള ആ ജ്യൂസ് മാങ്ങി എന്ന് പറയും, അതെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ പൊള്ളൽ പൂർണ്ണമായിട്ട് മാറും. ദാറ്റ് ഈസ് അനദർ യൂസ് ഓഫ് ദിസ് Benincasa hispida. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നമ്മുടെ നിത്യജീവിതത്തിൽ? ഒന്നും ചെയ്യേണ്ട. ഇത് ഓലൻ എന്ന് പറയുന്നത് there is a preparation in Kerala, ഓലൻ. That is make a curry with this ash gourd along with some coconut milk, and some salt is also added. That is very good for improving the function of heart muscles, reducing the ulcer, acidity, and it also improves the body functions, reduces the anxiety, depression, and it also reduces inflammation also. നീർക്കെട്ട്, നമ്മുടെ ശരീരത്തിൽ നീരുണ്ടെങ്കിൽ നീര് മാറാനും നല്ലതാണ്. And it also good for reducing the body weight also, weight loss. So വണ്ണം ഉള്ളവർക്കും ഇത് കഴിച്ചാൽ ബോഡി വെയിറ്റ് കുറയ്ക്കാനും നല്ലതാണ്. ഇതിന് പറയുന്നതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്ന് പറയും. ന്യൂട്രാസ്യൂട്ടിക്കൽ ഇസ് എ ന്യൂട്രീഷ്യസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ മെഡിസിൻ. ദിസ് ഈസ് ജിഞ്ചർ, Gingiber officinalis. In Ayurveda or in ancient literature, it is termed as Mahaushadhi. There is a common saying, Chukkillatta kashayamilla. In Ayurveda, there is a common saying, Chukkillatta kashayamilla. There is no decoction without dried ginger. That itself notes the importance of this plant. So then what is the importance of this? This increases the digestion. So the ginger or dried ginger, when use it along with our food, it improves the digestive capacity of the body. So that in ethnomedicine,
or in traditional healing practices, all the diseases are caused from the diet. നമ്മുടെ വയറാണ് രോഗത്തിന് കാരണം എന്നാണ് നമ്മുടെ പഴയ പൂർവികർ മനസ്സിലാക്കിയിരുന്നത്. വയറിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആണ് രോഗം ഉണ്ടാകുന്നത്. സോ ദഹനശക്തി വർദ്ധിപ്പിച്ചാൽ രോഗം മാറും. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു ഒറ്റമൂലി എന്ന് പറയാം, അതാണ് ജിഞ്ചർ. സോ then what is the use of this ginger? This increases the digestion, this reduces cough, cold and other problems related with the common cold. Then how it is used? ഇതെങ്ങനെ നമ്മൾ ആയുർവേദത്തിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇഞ്ചി അല്ലെ ചുക്കിട്ട് കാപ്പി കുടിക്കും അല്ലേ? ചുക്കിട്ട് കാപ്പി കുടിക്കും, ചുക്ക് കാപ്പി. ദർ ഇസ് എ കോമൺ പ്രിപ്പറേഷൻ ഇൻ അലോങ് throughout Kerala. We are used chukku kapi for cold and the problems of cold. Chukku kapi. Then inji തൈര്, ഇഞ്ചിയും തൈരും ഉപ്പും ചേർത്ത് ഇഞ്ചി തൈര് എന്ന് പറയുന്നൊരു പ്രിപ്പറേഷൻ ഉണ്ട്. ദിസ് ഇഞ്ചി തൈര് ഇൻ കേരള ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് equivalent to 101 കറീസ്. 101 കറികൾക്ക് തുല്യമാണ് ഇഞ്ചിത്തൈര് എന്നാണ് നമ്മുടെ കേരളീയരുടെ വിശ്വാസം. അത് ശരി തന്നെയാണ്. അതായത് ഇഞ്ചിയും തൈരും കൂടെ ചേർന്നാൽ ഇഞ്ചി ചൂടാണ്, തൈര് തണുപ്പാണ്. സോ ബാലൻസ്, ദർ ഇസ് എ ബാലൻസ്. ബോത്ത് ആർ കോമ്പിനേഷൻസ്. വൺ റിസോൾവ്സ് ദ പ്രോബ്ലം ഓഫ് ദ അതർ. സോ ഇറ്റ് ബാലൻസസ്. ആൻഡ് തൈരിന്റെ ദോഷം ഇഞ്ചി കളയും, ഇഞ്ചിയുടെ ദോഷം തൈരും കളയും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന്റെ ദഹനം വർദ്ധിപ്പിക്കും, ദഹനം കൂടും, എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്നതാണ്. ഇഞ്ചി നമ്മളെ ആഹാരത്തിൽ സലാഡിലും ഒക്കെ ധാരാളം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം വീണ്ടും നമ്മൾ ഉപയോഗിച്ചു തുടങ്ങി. ഈ COVID-19 വന്നപ്പോൾ ഇഞ്ചി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് പലരും പറഞ്ഞു. നമ്മളത് ഉപയോഗിച്ചു തുടങ്ങി. സോ ദിസ് ഓൾസോ ഗുഡ് ഫോർ ഇംപ്രൂവിങ് ദ body resistance power. And this is Tinospora cordifolia. In Malayalam it is called Chittamrudu. In Hindi it is called Giloy. Giloy, that is in North India it is called Giloy. In Sanskrit it is called Guluchi. Guluchi. സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ആയുർവേദത്തിൽ പറയുന്ന ഗുളൂജി എന്നാണ് പറയുന്നത്. This Tinospora, botany students are very familiar with this because the aerial root is used for taking the dicot root section. Dicot root, Tinospora aerial root is taken for aerial root dicot in anatomy. Okay. So coming to the ethnobotanical importance of this, this is a coolant. First, it is a coolant. It reduces the body heat. So it is a coolant, and heat means നമ്മുടെ ബോഡി നല്ല ചൂടായിട്ട് തോന്നും. ചിലരുടെ ബോഡി എപ്പോഴും ചൂടായിട്ട് തോന്നും. ശരീരം വേർത്തോണ്ടിരിക്കും, എപ്പോഴും നല്ല ഹീറ്റർ വെച്ച പോലെ ഇരിക്കുക. അങ്ങനെയുള്ളവർക്ക് കൂളന്റ്, ബോഡി കൂളന്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് രക്തവാത. ഈസ് എ ബ്ലഡ് പ്യൂരിഫയർ. ഈസ് യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ blood sugar, and the most important is it is used for the treatment of fever and the symptoms of fever like headache, then the problems related with the lungs also. So this plant in nowadays it is a in several newspapers are also there is an article with this. This is used for improving the body's resistance power related with the COVID-19. Yes. So this is a good medicine used for the treatment of reducing the diabetes. One person, there is a person that is he is living also. ആളിൻ്റെ കയ്യോ കാലോ ഏതോ ഒരു പാർട്ട് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞു, ഡയബറ്റീസ് കൂടിയിട്ട്.
ആ ആളിന് കണ്ണൂരുള്ള ഒരാളാണ്. ഈ ചിറ്റമൃതിന്റെ തണ്ട് പുറത്തെ ഒരു there's a skin like part of this plant in the stem. Removing that skin, papery skin, and the stem is used for preparing the decoction with water, and some pepper is also added. This is given in orally for 1 week. Then the diabetes blood sugar level is reduced and the person is saved from removing his body part. So it's good for reducing the diabetes blood sugar level also, and it also improves the body's function and reduces the symptoms of fever. Okay. So it is a good potential medicine, and now these researches are going on in relation with the COVID-19, this plant. In North India, this Giloi powder is used nowadays. This is another plant also used for improving the body's function related with the fever, and also it reduces the diabetes blood sugar level. This is called Andrographis paniculata. This is in Malayalam, it is called Kiriyathu or Nilavepu. Nilavepu, that the name itself it is clear. Nilavepu. നമ്മുടെ തറയിൽ നിൽക്കുന്ന വേപ്പ്. From the name itself it is clear, the leaves are very bitter in taste. കയ്പാണ്, നല്ല കയ്പാണ്. ആ ഇല വായിലൂടെ ചവച്ചരച്ചാൽ മാത്രം മതി, ഒരു 10 ഇല എടുത്ത് ചവച്ച് കഴിച്ചാൽ മാത്രം മതി, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കുറയും. Hepatoprotective, it is liver protective. It reduces the cough and it also protects the liver and reduces the blood sugar level. This plant also another candidate which improves the body's resistance power, and the researchers are going on in connection with the COVID-19 in this plant also. നമ്മളിപ്പോൾ ഈ ഹെപ്പറ്റോപ്രൊട്ടക്റ്റീവ് എല്ലാത്തിനും പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. നമ്മൾ വളരെ പരിചയമുള്ളവർ, അല്ലെങ്കിൽ താല്പര്യമുള്ളവരെ നമ്മൾ കരളെ എന്ന് വിളിക്കാറുണ്ട്. എൻ്റെ കരളെ. നമ്മുടെ കരളിൻ്റെ ഇമ്പോർട്ടൻസ് അത്രത്തോളം വലുതാണ് ശരീരത്തിൽ കരൾ. ദ ലിവർ ഇസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് ഹാസ് ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഓൾസോ. This gland or this organ protects the body and connects the body from the digestive system and the circulatory system. If any damage or any problem occurs in the liver, it affects whole body functions, including the nervous problems. So that is the importance of liver in our body. This is also a hepatoprotective medicine. നമ്മൾ പനി വരുമ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പറയാം. കിരിയാത്തിൻ്റെ ഇലയും ഇഞ്ചിയും നമ്മൾ തുളസിയൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മാത്രം മതി. പനി മാറും, കഫം മാറും, ജലദോഷം, ഇതിനെല്ലാം നല്ലതാണ്. And it is also good for improving the body's resistance power and reduces the symptoms of the fever, especially in nowadays. This is another plant, Kodagal or Kodavan, Sandala asiatica, Hydrocotyl asiatica. That is a botanical name. Have you noticed the shape of the leaf? The shape of the leaf is similar to that of human brain. That is the use also. It is a good brain tonic, brain stimulant, and it is also hepatoprotective, and it also acts as an anti-inflammatory medicine. How it is used? Leaves are used for making chutney. നമ്മൾ ഇതിൻ്റെ ഇല എടുത്തിട്ട് തേങ്ങായും കുരുമുളകും ഉപ്പും വെച്ചിട്ട് അതിൻ്റെ കൂടെ നെല്ലിക്കായും ചേർക്കാവുന്നതാണ്. ചേർത്ത് ചമ്മന്തി അരച്ച് കഴിച്ചാൽ ബോഡിയുടെ ബ്രെയിൻ പവർ കൂടും, ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആണ്,
Hepatoprotective ആണ്, നീര് മാറും. So it is a good medicine as well as a food. The whole plant is used for making the chutney. This is commonly seen in marshy areas along the rice fields. Okay, clear? Am I audible? Hello? Am I audible? Yes, sir. Sir, കേൾക്കാം sir. കേൾക്കാവോ? കേൾക്കാം sir. Okay. So next plant is Curcuma longa, that is the turmeric. This turmeric is also a good traditional medicine, and this there is a issue with the patency of this turmeric. The Americans filed a patency of this turmeric. Later, the Indians refiled, or the patency will be transferred from America to India, because in our ancient Puranas or ancient traditional uses, this importance of turmeric is very much in Kodungallur Bharani. Kodungallur Bharani എന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മൾ എല്ലാവരും കേട്ടാണ്. കൊടുങ്ങല്ലൂരിലെ ഒരു ഭരണി സമയത്ത് നമ്മൾ ഇവിടെ മുഖത്ത് ഒരു മുറിവുണ്ടാക്കിയിട്ട് ശൂലം അതിലൂടെ കയറ്റും. ഈ ശൂലത്തിലെ പുറത്ത് ചുറ്റുപാട് മഞ്ഞൾ പരത്തുമായിരുന്നു. So this turmeric in ancient days itself is used as an anti-inflammatory medicine, and this turmeric in ancient days from itself in India is one of the most must ingredient of the curries. So our forefathers knew about the importance of turmeric. This is antidote, this anti-inflammatory, this antioxidant. So these are several potentials. It also improves the body vigor, and also it is used for the treatment of diabetes. മഞ്ഞപ്പൊടി നമ്മൾ ആഹാരത്തിൽ കമ്പൽസറി ആയിട്ട് എല്ലാ പച്ചക്കറി എല്ലാ കറിയിലും ഉൾപ്പെടുത്തുമായിരുന്നു പണ്ടുള്ള സമയത്തൊക്കെ. അതുപോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ എത്നോബൊട്ടാണിക്കൽ പ്രാക്ടീസസിലും കൊടുങ്ങല്ലൂർ ഭരണി അതുപോലുള്ള ചടങ്ങുകളിലെല്ലാം മഞ്ഞൾ ഉപയോഗിക്കുന്നു. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് മഞ്ഞളിന്റെ പേറ്റൻസി നമ്മൾ തിരിച്ചു പിടിച്ചു. മഞ്ഞളിന്റെ ഉപയോഗം അത്ര വലുതാണ് നമ്മുടെ പുരാതന കാലം തൊട്ടേ. ഇനി മഞ്ഞളിന്റെ ഉപയോഗം എന്താണ് എന്നോടൊന്ന് പറയാം. അത് വിഷത്തിന് നമ്മളെ ഒരു പഴുതാരയോ ഒരു കടന്നലോ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ടെങ്ങും പോകാറില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു തുളസിത്തറ ഉണ്ടാവും. തുളസിത്തറയിൽ തുളസിയുടെ കൂടെ ഒരു മഞ്ഞൾ നട്ടിരുന്നു. അതിൻ്റെ ഒരു കിഴങ്ങ് take a rhizome and make a paste with water and applied it on the lesion or the part of the wasp. Then it will heal. നമ്മൾ മഞ്ഞൾ ചെറുതായിട്ട് നീര് അല്ല അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് വാസ്പ് കുത്തിയെടുത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നീര് ഉണ്ടാവില്ല, അന്നേരം മാറും. അതാണ് മഞ്ഞളിൻ്റെ ഉപയോഗം. നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. മഞ്ഞളിൻ്റെ പൊടിയും നെല്ലിക്ക നീരും സമം ചേർത്ത്, മഞ്ഞൾപ്പൊടിയും നെല്ലിക്ക നീരും കുറച്ച് തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരത്ത് കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. So it is a good medicine for diabetes. In English, the powder or the juice of turmeric, equal quantity of juice of gooseberry, and make a paste with honey taken in for blood sugar level. That is a traditional practice, and it's an antioxidant. So this curcuma longa contains curcumin. This is an antioxidant which scavenges the free radicals and is good for reducing the cancer problems also. So that is about the curcuma longa. Okay. Then this is Borhavia diffusa. This is in Sanskrit, it is called Punarnava.
In Malayalam, it is called Kaldama. This Punarnava in Sanskrit, the meaning of the word Punarnava is rejuvenating. Rejuvenating means one medicine which rejuvenates the body. എന്നും നിത്യം 16 വയസ്സ് നൽകാൻ കഴിവുള്ള ഒരു മെഡിസിനാണിത്. എന്താണ് ഇതിന്റെ ഉപയോഗം? Is diuretic. So it enhances the function of kidneys. It is anti-inflammatory also. It improves the body function by reducing the inflammations. And it also a medicine for urinary tract infections, especially in ladies. And how it is used? Make a decoction of the root or the mature stem. Take 5 or 10 centimeters of mature stem, some cumin seeds, and some 2 or 3 glasses of water, or 4 or 5 glasses of water, and boil it, taken in regularly for reducing the inflammations in the blood and urine, and also for reducing the urinary tract infections, especially in the delivery situations. Because in delivery situations, if a mother takes the antibiotics, it also harms the baby also. In such situations, if this ethnomedicine is used, this without create any problem, this do not create any problems for the young born or the baby. That is the importance of these ethnobotany practices. And so this has no side effects, and it also cures the problem. It also reduces the pus cells in the urine and blood, and also reduce the inflammations, especially in the aged peoples. പ്രായമായവരുടെ കാലിൽ നീര് വരുന്നു കേട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് കഴുതാമയുടെ കണ്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കിഡ്നി പ്രോബ്ലം ഉള്ളതിന് നല്ലതാണിത്. പക്ഷേ ഏത് മെഡിസിൻ ആണെങ്കിലും അധികമായാൽ അമൃതം വിഷം എന്നാണ് പറയുന്നത്. ഞാനിത് പറയാൻ കാര്യം, തിരുവനന്തപുരത്ത് എവിടെയോ ഒരാള് കിഡ്നി പ്രോബ്ലം ഉള്ള ഒരാള് കഴുതാമ പൊടിച്ച് വെള്ളം ധാരാളം കുടിച്ചെന്ന് പറഞ്ഞു. ദാറ്റ് ഓൾസോ ഡാമേജസ് ദ കിഡ്നി. അധികമായാൽ അമൃതം വിഷമാണ്. കുറച്ച് മതി, മരുന്നെന്ന് പറയുന്ന കുറച്ച് മതി. ഓക്കെ. So this is Piper nigrum, that is Kurumulagu. This also works almost similar to that of the ginger. This increases the digestion and also reduces the problems related with the cough and fever. And one more character of this plant is the piperin or Piper nigrum contains an alkaloid that acts as a carrier or vehicle which carries the medicinally important part or the alkaloid into the blood. നമ്മൾ ഏതൊരു മരുന്ന് കഴിക്കുമ്പോഴും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകോ അല്ലെങ്കിൽ ജീരകമോ ആഡ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. ഈ കുരുമുളക് അല്ലെങ്കിൽ ജീരകം നമ്മുടെ മെഡിസിനിൽ ഉള്ള ആ മെഡിസിനൽ ആയിട്ടുള്ള ആ പ്രോപ്പർട്ടിയെ ബ്ലഡിലേക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കുന്ന ഒരു വെഹിക്കിളാണ്. അതിനുവേണ്ടി ഇങ്ങോട്ടാണ് നമ്മൾ ഈ കുരുമുളക് ആഡ് ചെയ്യുന്നത്. ഓക്കെ. സോ ദിസ് കുരുമുളക് is also this pepper is also used for making coffee. It's also good for reducing the fever and cough. പണ്ട് ഞങ്ങളുടെയൊക്കെ നാട്ടില് കുരുമുളക് നമ്മൾ എടുത്തു കഴിയുമ്പോൾ കുരുമുളകിന്റെ സെൻട്രൽ ആ പിറ്റിയോൾ അല്ലെ തിരി എന്ന് പറയും. ആ തിരി വേസ്റ്റ് ആയിട്ട് കളയും. ആ തിരി വേസ്റ്റ് ആയിട്ട് കളയേണ്ട ആവശ്യമില്ല. ആ തിരി ഫില്ല് ചെയ്തിട്ട് കുരുമുളകിന്റെ പില്ലോ ഉണ്ടാക്കുവാറുണ്ട്. ഈ കുരുമുളകിന്റെ വേസ്റ്റ് ആയിട്ട് കളയുന്ന പിറ്റിയോളും അതിന്റെ ചെറിയ ചെറിയ സീഡും എല്ലാം കൂടെ ചേർത്ത് മേക്ക് എ പില്ലോ ഔട്ട് ഓഫ് ദ വേസ്റ്റ് പാർട്സ് ഓഫ് ദ പെപ്പർ ആൻഡ് ഈസ് ഗുഡ് ഫോർ റെഡ്യൂസിങ് the symptoms of fever.
pillow, make the pillow. Then next is Piper longum. Pippali. Long pepper എന്നാണ് ഇതിന്റെ കോമൺ നെയിം. നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിലേക്ക് ധാരാളം കണ്ടിരുന്ന ഒരു ചെടിയാണ്. ഇത് കോമൺലി സീൻ in the understory of the forest and also in our homesteads, especially in the mountain regions. The fruits are used as an expectorant and also improves the digestion and reduces the symptoms of cold and fever, cough and fever. Then how it is used as a medicine? The seeds are dried in sun or in the hot air oven or like that, and dried pepper, make a powder and make a paste with honey. This paste is used as cough syrup. Like instead of cough syrup, is good for reducing the cough. നമ്മൾ തിപ്പലി പൊടിച്ച് തേനിൽ ചാലിച്ചിട്ട് കുറച്ച് നാരങ്ങ നീരിങ്ങട some lemon juice also be added along with, and is good for improving the problems with the reducing the problems of fever and improving the body functions during the fever pains. Okay. നമ്മുടെ കഫ് സിറപ്പ് ഒക്കെ കഴിച്ചാൽ സെഡേഷൻ ഉണ്ടാവും. ഇത് സെഡേഷൻ ഉണ്ടാകത്തുമില്ല, ഒരു ആഹാരം പോലെ ആക്ട് ചെയ്യുകയും ചെയ്യും. So next one is this Adathoda vasica or Justitia adathoda. This Adalodagum. In Malayalam it is called Adalodagum. This also a good expectorant. This is also this improves the function of the lungs. That is called expectorant. The previous slide also, this is an expectorant. Piper longum is also improves the function of lungs. This also improves the function of lungs, and it also reduces the cough and is a good medicine for reducing asthma. The researches are going in connection with this plant also along with the COVID-19, because this improves the function of lungs. The COVID-19 infections are first on the lungs. So this plant also improves the function of lungs. The leaves and roots are medicinally important, and how it is used in our daily life. നമ്മൾ എങ്ങനെ എത്നോബോട്ടണി ബൊട്ടാണിക്കലായിട്ട് ഇതിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. The leaves make a decoction or make a coffee with the tulsi and jaggery, and coffee taken in for reducing the problems of cough and cold. And also the powdered leaves along with the jaggery or sugar is taken in for reducing the cough and the problems of cold. ഇതിന്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് അതും കഴിക്കാവുന്നതാണ്. നല്ല കയ്പാണ്. ഓക്കെ, ദിസ് ഈസ് ദ Momordica herantia or the pavel. It is called, commonly it is called the Kaipakya. In Malabar it is called Kaipakya. Yes. Anyway, it is the pavel. It is a good liver tonic. It improves the function of the liver, and it improves the production of insulin by the pancreas. It contains vitamin A and C, and it also purifies the blood. Okay, it is commonly called bitter gourd. Bitter gourd, and the name itself it is called bitter. The bitter taste, that is the important factor for improving the insulin production. So it is also liver tonic also. ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇതിന്റെ പാവലിന്റെ ഇല നീരെടുത്ത് കഴിക്കാം, പാവയ്ക്ക തോരൻ വെച്ച് കഴിക്കാം, അതൊക്കെ തന്നെ മതി. നമ്മൾ ആഹാരമായിട്ട് കഴിച്ചാൽ മതി. ഫുഡ് തന്നെയാണ് മെഡിസിൻ.
This is the Cephalandra indica or Coccinia indica. In ethnomedicine, it is of high importance. The mature stem is used for reducing the problems of jaundice. It's a liver tonic. കോവലിന്റെ തണ്ട് വിളഞ്ഞ തണ്ട് എടുത്തിട്ട് അത് ഒരടി നീളത്തിൽ 10 centimeter approximately 10 or 15 centimeter length. It is used for making decoction. Just boil it with water and taken in for reducing the after effects of jaundice. കോവലിന്റെ തണ്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ മഞ്ഞപ്പിത്തം വന്നതിന്റെ ദോഷം പരിഹരിക്കും. And the leaves and the fruits are used for making prepared curries. It improves the production of insulin. It improves the function of beta cells of pancreas. Beta cells are responsible for producing the insulin. That is why it is called a natural insulin producer. This little gourd is commonly termed as natural insulin producer. So try to include these leaves or fruits of this plant so that we can reduce the problems of diabetes and the liver. This is the native gooseberry. This is commonly called as native gooseberry. In earlier days, it is a common plant in our homesteads and in open places along the roadsides also. But nowadays, this plant is a rare occurrence. The importance of this plant very high. Commonly termed as Nyotanya in Malayalam, and in English it is called native gooseberry. This is a medicine. This improves the function of kidneys and it reduces the neuro problems like anxiety, depression, and also it reduces the spread of cancerous cells. That is important. It reduces the spread of cancerous cells. And how it is used? The leaves of this plant make a black tea. ഇതിന്റെ ഇലയിട്ട് ഒരു ബ്ലാക്ക് ടീ പോലെ വെള്ളം തിളപ്പിക്കുക. That medicine is used, taken in for reducing the neuro problems like anxiety and also good for reducing the spread of cancer cells. And it is the fruits are taken for കോൺസ്റ്റിപ്പേഷൻ. നമ്മൾ പണ്ട് കുട്ടികൾക്ക് ഇതിന്റെ ഫ്രൂട്ട് മുന്തിരിങ്ങ കൊടുക്കുന്ന പോലെ കൊടുക്കുമായിരുന്നു. കോൺസ്റ്റിപ്പേഷൻ മാറും. That is the importance of this plant. Okay. Then next plant is this Clectranthus ambonicus. Malayalam is called a panikurka. This is in earlier days, this plant is commonly seen in our homesteads. And this plant is used for taking this vaporize, the vapors coming from the boiled water contains this plant. Leaves of this plant is good for reducing the cold and headache and improves the opening of the nose. This is Phyllanthus amarus. In Malayalam it is called Tirugarnelli. This is also a good medicine like the gooseberry. The liver tonic. So in ethnomedicine, the importance of this plant is it's a Ottamuli. It's a single medicine for the jaundice. ഇതിൻ്റെ ഇല അല്ലെങ്കിൽ സമൂലം അരച്ച് പാലിൽ കഴിക്കുമായിരുന്നു മഞ്ഞപ്പിത്തം വരുമ്പോൾ. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇല തിളപ്പിച്ച വെള്ളം കുറച്ച് കുടിച്ചാൽ മതി. ഓവറായാലും പ്രോബ്ലമാണ്. കുറച്ച് ഒരു 2-3 തണ്ടെടുത്ത് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ
This improves the function of liver and the problems related with the fatty liver, and also reduces blood sugar levels. A good medicine for improving the function of liver. This is the Brahmi, Bacopa moniri, that is the botanical name. Everyone knows about this plant. It's a brain stimulant. The plant is usually grown along with the rice fields or in marshy areas. The whole plant is the leaves and the stem make a juice, and this juice is given for infants for improving the brain functions. This is Karinkurni, Strobilanthus ciliacus. This Sahacharam, in Ayurvedam it is called Sahacharam. Sahacharam, the meaning of the word Sahacharam is one which is accompanied always. എപ്പോഴും കൂടെ കൊണ്ടുപോകുന്നത്. പ്രായമായി കഴിഞ്ഞാൽ വാദം എന്ന് പറയുന്ന രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഈ പ്ലാന്റിന്റെ ഉപയോഗം കൂടുതലാണ്. In Ayurvedam, it is used for the treatment of rheumatism, leprosy, and also diabetes. The stem and leaves make the boiled water, and this boiled water taken in, and also the external use for reducing the problems of rheumatism and diabetes. This is Manittakali in Malayalam, Solanum nigra. This plant is of high importance, especially this plant is used in Tamil Nadu and in some areas of Palakkad region. The whole plant is used for making thoran or preparations like chira. These people knows about this plant. That is why it's a liver tonic, and this reduces the cough, and also a good medicine for reducing the problems of the intestine. നമ്മുടെ കുടലിൽ കാണുന്ന പുണ്ണ് അല്ലെങ്കിൽ അൾസർ അതുപോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ലതാണ്. So it's a liver tonic and reduces the ulcer and the problems of intestine. The whole plant is used for making the curries. This is Vitex negundo. In Malayalam it is called Karinuchi. The plant is anti-inflammatory and anti-allergic, and it is used for the treatment of rheumatism, and also the plant is good for reducing the problems of fever. ഇതിന്റെ ഇല നമ്മൾ കാപ്പി വെക്കുമ്പോൾ, ചുക്ക് കാപ്പി വെക്കുമ്പോൾ ഇതിന്റെ ഇലയും കൂടെ ആഡ് ചെയ്തിട്ട് ചുക്ക് കാപ്പി വെച്ചാൽ പനി കുറയുന്നതായിട്ട് കാണാറുണ്ട്. അതുകൂടാതെ ഇതിന്റെ ഇല കൊണ്ട് തലേണ ഉണ്ടാക്കിയിട്ട് ആ തലേണ വെച്ച് കിടന്നാൽ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, കോൾഡ് ആൻഡ് ഹെഡ് ഏക്ക് അത് മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. So this is a good medicine. So you should plant this one in your homestead. This is Elephantopas caber. ആനച്ചുവടി എന്നാണ് ഇതിന്റെ മലയാളം പേര്. Elephantopas caber. The medicine, this plant is used in ethnobotany. It is used for the treatment of dysentery. The underground part or the root portion of this plant is cleaned up well and make a paste with rice. നമ്മൾ അപ്പം ഉണ്ടാക്കാൻ എടുക്കും, ആനച്ചുവടി അപ്പം എന്നാണ് പറയുന്നത്, and make the like a dosha. This good for reducing the problems of dysentery. വയറിളക്കത്തിനുള്ള ഒരു മരുന്നാണ് ആനച്ചുവടി അപ്പം കഴിച്ചാൽ മതി. That is the importance of ethnobotany. The medicines are treated as food also. This is another plant, Plumbago rosea. Yes, Chetti Koduveli. The name is got from the flower. Looks like the Ixora flowers. That is why the name Chetti Koduveli. This is a medicine in Ayurveda for the treatment of piles, and it also improves the function of stomach. It improves the
appetite. This plant is, the ethnobotanical importance of this plant is in mountainous or hilly regions, or in regions that have boundary with the forest. The farmers are planted these plants along with their crops. This plant has a particular this function that this repels the wild boar from attacking the crops. പന്നി വരില്ല. ഈ ചെടി നമ്മുടെ ക്രോപ്പിന് ചുറ്റും നട്ടു കഴിഞ്ഞാൽ പന്നിയെ അകറ്റി നിർത്താനുള്ള ഒരു റിപ്പലന്റ് പ്രോപ്പർട്ടി വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന്റെ റൂട്ടിന് ബേണിംഗ് സെൻസേഷൻ ഉണ്ട്. പന്നി വന്ന് കുത്തി കഴിഞ്ഞാൽ അതിന്റെ മുഖം പൊള്ളിപ്പോവും. സോ ദിസ് ഹാസ് എ റിപ്പലന്റ് പ്രോപ്പർട്ടി with the gore or wild animals, so that we can protect the crops also, and we will get earnings from the plant also. Okay. This is another plant, Justicia generosa. Earlier in our homesteads and in the fences, common plant earlier. Now it is not common. Its name itself it is clear, Vadam Kolli. It is used for the treatment of rheumatism. The leaves, the leaves are boiled along with the tamarindus leaves, then castor leaf, and this plant leaf, and this boiled water is good for improving the or reducing the problems of rheumatism. Veduvallam. This is Orilla, the one of the ingredient of Dasamula. Orilla movila, the Orilla. Yes. Desmodium gangeticum. The ethnobotanical importance of this plant is the roots are cleaned well and make a decoction with the cumin seeds is given for improving the function of body after fever. പനി വന്നിട്ട് നമുക്ക് ബോഡിക്ക് ഒരു ക്ഷീണം ഉണ്ടാകും. ആ ക്ഷീണം മാറാനായിട്ട് ഇതിന്റെ വേര് തിളപ്പിച്ച വെള്ളം കുടിക്കും, വീരവിട്ട്. അതിന്റെ റീസൺ എന്താ? ദ സയന്റിഫിക് ബേസിസ് മേ ബി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലെഗ് ഹീമോഗ്ലോബിൻ. This is a leguminous plant, so this root of this plant contains leg hemoglobin. This contains iron pigment. This is Eupatorium trichina, or it is common another name, synonym of this plant is Eupatorium Ayyapana or Murigutti. Ayyapana എന്നും അതിന് പേര് പറയുന്നത്. മലയാളം it is termed as Ayyapana or Murigutti. This, from the name itself, it is used for the treatment of, it is antiseptic, and also it is used for the treatment of ulcer and fistula. The plant, after boiling in water and taken in for reducing the problems of ulcer and fistula, and externally it is antiseptic. This is Eclipta alba. This is everyone knows കയ്യോന്നിയുടെ ഇലയും കണ്ടും അതിന്റെ നീരെടുത്തിട്ട് എണ്ണ കാച്ചി തേച്ചാൽ that promotes the hair growth, vision, and it improves the function of head or brain, and improves the sleep also. നമ്മുടെ ഉറക്കം കൂട്ടും. And externally the juice of this plant is antidote. വിഷം ഉള്ളിടത്ത് ഏതെങ്കിലും ജീവി കടിച്ചാൽ, പഴുതാരയോ അല്ലെങ്കിൽ വാസ്പ്, ഇറ്റ്സ് ഓൾസോ ഗുഡ്. എക്സ്റ്റേണലി ഇറ്റ് ഈസ് ഗുഡ് ഫോർ യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് പോയിസൺ. ഓക്കെ. ദിസ് ഈസ് റൂട്ട ഗ്രാവിയോളൻസ്, the type genus of the family Rutaceae. Aruda in Malayalam is called Aruda. It's an insect repellent, and it is used as an anti-helminthes, and also in ethnobotany the
part of this plant is kept in the body of young newborn or young baby, young or newborn babies. This keeps away the evil effect. നമ്മൾ പണ്ടൊരു ധാരണ ഉണ്ടായിരുന്നു, കൊച്ചു കുട്ടികളുടെ ദേഹത്ത് ഇതിന്റെ ഇല വെച്ചാൽ അല്ലെ തലയണ കീഴ വെച്ചാൽ കുട്ടികൾക്ക് രാത്രിയിൽ പേടിയുണ്ടാവില്ല എന്നൊക്കെ പറയുമായിരുന്നു. This ethnobotanical importance, this highlights the ethnobotanical importance of this plant, because this plant belongs to the family Rucaceae. This contains several glands, oil glands in the leaves. This oil glands emits the odor, special odor, contains several alkaloids that reduces the problems of the helminthes and other evil problems. Okay. This is Kamphiria galanga, commonly termed as Kacholam. Kacholam is also a good medicine for the young ones or newborn babies, especially for the helminthes, and the improves the digestion of young newborn babies. This plant is highly effective for newborns. Just make a paste of the leaves or the rhizome and applied over externally over the stomach. നമ്മുടെ പൊക്കിളിന് ചുറ്റും അപ്ലൈ ചെയ്താൽ മാത്രം മതി. The body will recover. That is the importance of this medicine. And it's also good for improving the digestion and rheumatic problems in aged persons. Okay. കച്ചോലം നമ്മൾ കൊച്ചു കുട്ടികളുള്ള വീട്ടിൽ ഇത് വെച്ചിരുന്ന നന്നായിരിക്കും. ഇത് മണപ്പിച്ചാൽ മാത്രം മതി, കുട്ടികളുടെ ദഹനം കൂടും, വിരശല്യം മാറുകയും ചെയ്യും. So it is a good medicine for especially in newborn. This is aloe vera. This aloe vera, the importance of this medicine is no, even the common man knows about this importance. It is anti-inflammatory. It promotes the hair growth, and the medicinally important part is there is a jelly-like substance inside the leaves. That part is very good for improving the function of kidney also, and it also contains several antioxidants. അതിന്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൂടാതെ എക്സ്റ്റേണൽ ആയിട്ട് ബോഡിയിൽ അപ്ലൈ ചെയ്യാം. വെരി ഗുഡ് ഫോർ ഇംപ്രൂവിങ് ദ ഫങ്ഷൻ ഓഫ് ആൻഡ് ഓൾസോ ഗുഡ് ഫോർ reducing the burning sensation. Pollen. This is Purkiligo orchids. Malayalam is called Nilappana. That is, the plant looks like a small palm. That is Nilappana. It is one of the ingredients of Dasapushpa, and the importance, ethnobotanical importance of this plant is, it is the root tuber, that underground root tuber or tuberous part, tuberous roots make a powder and is taken in along with the milk like boost. It's a body nourisher, and also it improves the sexual potential. It is called it has almost similar action of the Safed Musli. Safed Musliയുടെ ഏകദേശം അതേ ആക്ഷൻ ആണ് ഇതിനുള്ളത്. The tuberous roots are medicinally important, and another, the wild animals knows about the importance. നമ്മൾ പന്നിയുള്ള സ്ഥലത്ത് ഈ ചെടി ഉണ്ടെങ്കിൽ പന്നി വന്ന് കിളച്ചിട്ട് ഇത് തിന്നുന്നതായിട്ട് കാണാം. മണ്ണ് കുത്തിയിട്ട് തിന്നുന്നതാണ്. പന്നികൾക്ക് ഇതിന്റെ ഉപയോഗം അറിയാമെന്ന് തോന്നുന്നു. This is Muelchevian or Emilia songifolia. The leaf looks like the name came from the shape of the leaves. Okay. It is used, the juice of the leaves
is used for tonsillitis. ജ്യൂസ് എടുത്തിട്ട് ചൂടാക്കിയിട്ട് അതിൻ്റെ നീരെടുത്ത് തൊണ്ടയിലിട്ട് കഴിഞ്ഞാൽ ടോൺസിലൈറ്റിസ് മാറുന്നതായിട്ട് കാണാറുണ്ട്. ആൻഡ് ഓൾസോ ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഐ ഡിസീസ് ആൻഡ് ഫീവർ. ദിസ് ഈസ് വയമ്പു അക്കോറസ് കലാമസ് is also a pediatric medicine in ethnobotany. നമ്മുടെ നാട്ടിലൊരു കുട്ടി ഉണ്ടായാൽ ആദ്യം കൊടുക്കുന്നതാണ് തേനും വയമ്പും. That is the importance of this plant in our traditional medicine. It is anti-inflammatory and it also improves the function of brain and the digestion. വയമ്പ് തേനിൽ അടിച്ച എല്ലാ കുട്ടികൾക്കും നമ്മൾ രാവിലെ കൊടുക്കുമായിരുന്നു. അത് കുട്ടികളുടെ ദഹനശക്തി വർദ്ധിപ്പിക്കും, ഓർമ്മയും ബുദ്ധിയൊക്കെ കൂട്ടുകയും ചെയ്യും. The rhizome is medicinally important. This is Coleus ceylanicus, that is the iruveli in common Malayalam, is called iruveli. The plant, the stem may boil with water and is good for reducing the digestive problems and also paste associated with the this sugar, blood sugar level or the diabetes. Diabetes ഉള്ളവർക്ക് തൊണ്ട ഉണങ്ങുന്നതായിട്ട് തോന്നും. പേസ്റ്റ് അസോസിയേറ്റ് വിത്ത് ഡയബറ്റീസ്. അങ്ങനെയുള്ളവർക്ക് ഇതിൽ തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ തൊണ്ട വരളുന്നത് മാറും. This is Garuda-kodi or Ishwaramuli or Urduki. Urduki, the name is from the fruit looks like uri. The fruit's septicidal capsule. The capsular fruit looks like uri. That is why the name Uriduki. The leaves are good for reducing the poison. Antidote. നമ്മൾ വിഷം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇല അകത്തേക്ക് കഴിക്കുകയും ചെയ്യും, പുറത്ത് എക്സ്റ്റേണൽ ആയിട്ട് അപ്ലൈ ചെയ്യും. ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫങ്ഷൻ ഓഫ് liver also. In Malabar region, the common name of this plant is Karalagam. That denotes the importance of this plant for improving the function of liver. And it is also used for the treatment of rheumatism. And it is a host plant of the largest butterfly also. Karalagam or Ishwaramuli. വിഷം ഉള്ള എന്തെങ്കിലും ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല ഒരു 2-3 ഇല ചവച്ച് കഴിക്കാൻ പറയും. അത് ആദിവാസികളുടെ ഇടയ്ക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്, വിഷഹാരിയാണ്. This is Asparagus racemosus. Malayalam it is called Shadavari. Or it is called Shadavari. പ്രമോദ് സാറെ, ഇപ്പം സ്ക്രീൻ ഷെയർ ആവുന്നില്ലല്ലോ.
ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ട് സർ, ഇപ്പം തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സർ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തേക്കാമോ? സാറ് മ്യൂട്ട് ആണേ സാറ്. പ്രമോദ് സാറേ. Okay, now it is okay. Yeah, okay, sir. Okay. Okay. So next plant is Asparagus racemosus, form name Shadaveri or Shadaveri. The name is clear. It has hundreds of roots. This medicine is, the roots are medicinally important part, and this plant is coolant, and it reduces the burning sensation of hand, foot. That is in Ayurveda it is called Raktavadam, and the roots improves the function of lactic glands, especially in lactating mothers. Then how it is used? ഇതിന്റെ റൂട്ട് അതിന്റെ പുറത്തെ തൊലിയും കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ ഒരു നാര് പോലെ ഉണ്ട്, അതും കളഞ്ഞ് പാലിലിട്ട് കുറച്ച് ഇരട്ടി വെള്ളം ഒഴിച്ച് ജീരകം ഇട്ട് തിളപ്പിച്ച പാൽ കഷായം, decoction made out of the milk with the roots of this plant is good for improving the function of lactic glands, and also reduces the burning sensation of the body, or the Raktavada. The Palkashayam or the decoction made out of the plant is good for improving the function of lactic glands, and also reduces the burning sensation of the plant, of the body. Okay. The next plant is Pal Mudakku or Icomia mauritiana. The underground tuberous part is good for making the boost or Horlicks-like preparation, improves the body's function, and increases the lactation. Pal Mudakku എന്നാണ് എൻ്റെ പേര്. പാൽ മുതക്ക് ബൂസ്റ്റ് പോലെ കഴിക്കാവുന്നതാണ്, ബോഡി ഫങ്ഷൻ, ബോഡി നറിഷറാണ്. അതോടൊപ്പം ലാക്ടേറ്റിംഗ് മദേഴ്സിലെ പാലിന്റെ പ്രൊഡക്ഷൻ കൂടും. ദിസ് ഈസ് ചങ്ങലം പരണ്ട ഓർ സിസസ് ക്വാഡ്രാങ്കുലാരിസ്, വൈറ്റീസ് ക്വാഡ്രാങ്കുലാരിസ്. ഇറ്റ് ഈസ് എ മെഡിസിൻ ഫോർ ഓസ്റ്റിയോപൊറോസിസ്. മലയാളം എല്ല് തേയ്മാനം എന്ന് പറയും. എല്ല് തേയ്മാനത്തിന് അല്ലെങ്കിൽ the problems related with the jaw or the bones is good medicine. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? മേക്ക് എ പേസ്റ്റ് വിത്ത് ദ കോക്കനട്ട്. ചമ്മന്തിപ്പൊടി എന്ന് പറയില്ലേ, ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാൽ മാത്രം മതി. പണ്ട് നമ്മുടെ നാട്ടില് ശബരിമലയ്ക്കൊക്കെ നടന്നു പോകുമ്പോൾ ചങ്ങലംപരണ്ട കൊണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. നടന്നു പോകുമ്പോൾ എല്ല് തേയ്മാനം ഉണ്ടാകാൻ അല്ലെങ്കിൽ ബോണിന്റെ
പ്രത്യേകിച്ച് നമ്മുടെ മുട്ടിന് തേയ്മാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇത് കഴിച്ചാൽ മാറുമായിരുന്നു എന്നുള്ളത് നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു. Nowadays, the researchers are also proved this medicine is good for the treatment of osteoporosis, especially in ladies. ചങ്ങലമ്പരന്റെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി കഴിച്ചാൽ മതി, നാളികേരവും മറ്റ് കുരുമുളകും ഒക്കെ ചേർത്ത്. This is Saraka ashoka, Saraka indica or Saraka ashoka, the common ashokam. The flowers is good for the powdered flowers is used along with the milk that improves the function of blood glucose level and the also improves the iron content of the hemoglobin content of the blood. The tender but leaf buds or the leaves and the flowers, not leaves, the flowers are good for making thoran. ഇതിന്റെ പൂവ് തോരൻ വെച്ച് കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ ദിസ് വുഡ് റിച്ച് ഓഫ് ആന്റിസൈനിൻ, not anthocyanin, anthocyanin rich. The anthocyanins are anti-inflammatory and rich in antioxidants, and this contains the heme pigment also. This is Madala Narakam, Punica granatum or pomegranate. This pomegranate is one of the medicine for diarrhea and the stomach complaints, and also this contains antioxidants for the treatment of cancer. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. ഇതിൻ്റെ the rind of the fruit, അതായത് തൊലി, മാതളത്തോട്, മാതളത്തിൻ്റെ തോട് മോര് കാച്ചി കഴിച്ചാൽ, മോര് കുറച്ച് മഞ്ഞപ്പൊടിയും കരിവേപ്പിലയിട്ട് മോര് കാച്ചി കഴിച്ചാൽ വയറിലെ ഡയറിയ ഉൾപ്പെടെയുള്ള വയറുകടി, വയറിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും. അതുകൂടാതെ ദിസ് is good for improving the problems related with the diabetes, and the fruits is rich source of iron and vitamin C. This is the Myristica fragrance or jadi. This ജാതിയുടെ തോട്, ജാതിക്കയുടെ തോട് എല്ലാവരും കളയാണ് ചെയ്യുന്നത്. ആ തോട്, ദിസ് rind of the fruit is good for making chutney and this improves the digestion, and this has aphrodisiac properties also. ജാതിത്തോടും ജാതിക്കായും സെക്സ്വൽ വിഗർ കൂട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, സ്ട്രിക്നോസ് നക്സോമിക്ക, കാഞ്ഞിരം. കാഞ്ഞിരത്തിന് വാദം കേട്ടിട്ടുണ്ടാവും. കാഞ്ഞിരവും വാദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാഞ്ഞിരം is good for rheumatic problems, reducing the problems of വാദം or rheumatism. The hardwood, അതിൻ്റെ കാതലാണ്, അല്ലെങ്കിൽ the hardwood is good for, externally it is applied, a paste is made out of the hardwood is applied for rheumatic problems. കാഞ്ഞിരത്തിൻ്റെ തടി കട്ടിലുണ്ടാക്കി കിടന്നാൽ നന്നായിരിക്കുന്നത് വാദം മാറാൻ. This is Choleraina antidysenterica or Choleraina pubescens. The flowers and the seeds are used for the treatment of diarrhea and amoebic dysentery. This is Caesalpinia sappan or Padimugam. In Malayalam, this Padimugam is used for making the medicated drinking water. This improves the rheumatic problem, reduces the rheumatic problems, and it is a body blood purifier. The hardwoods are used. This is eagle marmelos, William. In Sanskrit, it is called William. Kuvalam, that is the Malayalam name. It is one of the ingredients of Dasamula. It reduces the vomiting problems, especially the morning sickness associated with the ladies. The roots are medicinally important.
അതിൻ്റെ വേരെടുത്തിട്ട് വേരിൻ്റെ പുറത്തൊരു മഞ്ഞ നിറത്തിയ തൊലിയുണ്ട്. തൊലി കളഞ്ഞ് ഒരു 5 സെൻറ്റിമീറ്റർ മതി. തൊലി കളഞ്ഞ് ചതച്ചിട്ട് ജീരകവും ഇഞ്ചിയും ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദിസ് റെഡ്യൂസസ് the morning sickness and also vomiting tendency, especially associated with the ladies pregnancy. ഈ വേറൊരു ഉപയോഗം കൂടെ പറയാം. നോർത്ത് ഇന്ത്യയിൽ ഈ ഇതിൻ്റെ ഫ്രൂട്ടിനുള്ളിൽ there is a pulp jelly like part inside the fruit that is a coolant that is used for making squash. There is a jelly-like substance in Patanjali stores made out of this willow. That is a good medicine for diabetes also. This is Tritia tinctoria, Dandapala. The leaves are remedy for psoriasis and skin complaints. ഇതിൻ്റെ ഇല എണ്ണയിൽ ഇട്ടിട്ട് 10-15 ദിവസം വെയിലിൽ വെക്കണം. വെയിലത്ത് വെച്ചാൽ സൂര്യസ്ഫുടം ചെയ്യാമെന്നാണ് പറയുന്നത്. ആ എണ്ണ വെയിലത്ത് വെച്ച് കഴിയുമ്പോൾ എണ്ണയുടെ നിറം ഡാർക്ക് ഗ്രീൻ കളറാവും. ആ എണ്ണ ബോഡിയിൽ തേച്ച് കഴിഞ്ഞാൽ ദിസ് is good medicine for skin complaints, especially psoriasis. ദന്തപ്പാല എണ്ണ എന്നാണ് പറയുന്നത്. This is Erva lanata cerula. This is a diuretic. This is also good medicine like that of the Borhavia diffusa. This is a diuretic and ഇത് ചമ്മന്തി തോരൻ ഉണ്ടാക്കാൻ നല്ലതാണ്. തോരൻ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ ഡൈയൂററ്റിക് ആണ്. തിളപ്പിച്ച് വെള്ളം കുടിക്കാം. ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫങ്ഷൻ ഓഫ് കിഡ്നി. This is Tagara, Cassia tora. The tender leaves are good for making curries. This improves the iron content of the blood, or this reduces the function of the problems of anemia. And also this is a hepatoprotective medicine also. This is Oxalis corniculata. In Malayalam it is called Puliyarilla. The leaves, the entire plant is made a paste with the coconut or chutney with the coconut, and also it is used for making മോര് കാച്ചുന്നതിനകത്ത് ഇതിൻ്റെ ഇലയിലും മോര് കാച്ചി കഴിച്ചു കഴിഞ്ഞാൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഒരു ഒറ്റമൂലിയാണ്. ചമ്മന്തി അരച്ചും കഴിക്കാം, മോര് കാച്ചും കഴിക്കാം. ബട്ടർ മിൽക്ക്, boiled buttermilk along with the leaves, good for improving the digestion and the problems of indigestion. This is Lucas aspera. This tumbakudam, that is the inflorescence of this plant. The tumbakudam is used for, especially in young bones, as vermicidal and insect repellent. This has insect repellent property. So the whole plant is used in front of the home for insect repellent. And the flowers, തുമ്പപ്പൂവും മുത്തങ്ങയും അടുത്ത പ്ലാന്റ് അതാണ്. തുമ്പപ്പൂവും മുത്തങ്ങയും എടുത്ത് തിളപ്പിച്ച പാല് കുടിച്ചു കുട്ടികൾക്ക് കൊടുത്താൽ വരശല്യം മാറും, ദഹനശക്തി കൂടും. തുമ്പപ്പൂ, the flowers are also used as medicine. This is Cyprus rotundus, muttanga. The flowers of Lucas aspera and the root part of this plant, the Cyprus rotundus, make milk. മുത്തങ്ങയും തുമ്പപ്പൂ ഇട്ട് പാല് കാച്ചി കൊച്ചു കുട്ടികൾക്ക് കൊടുത്താൽ this improves the problems of digestion, especially in newborns, and improves digestion also. മുത്തങ്ങ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദഹനക്കുറവ് മാറും, ഡയബറ്റീസിന്റെ പ്രോബ്ലംസ് മാറും, ഗ്യാസ്ട്രൈറ്റീസിന് നല്ലതാണ്. മുത്തങ്ങ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് അത് ജീരവെള്ളം പോലെ തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചാൽ എന്താണ്. നട്ട് ഗ്രാസ്, ദാറ്റ് ഈസ് എ കോമൺ നെയിം. This is Nambyarvattam, Ervatamia coronaria. The flowers and the latex is medicinal.
The flowers kept in water overnight and applied or clean the eyes with that water is good for improving function of eye. And the latex is have antiseptic properties. മുറിവിൽ ലാറ്റക്സ് ഇട്ട് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങും. This is Hemidesmus indicus, Narunandi or Nannari. This is Indian Sarsaparilla, that is commonly called Indian Sarsaparilla. It is a diuretic, it is a coolant, and it improves the function of skin, or skin is used for the treatment of skin diseases. Nannari സർബത്ത് നമ്മൾ കഴിക്കുമായിരുന്നു, അത് തന്നെ മതി. നമ്മൾ നന്നാറി ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാം, സർബത്തും കഴിക്കുക. The tuberous roots are medicinally important. It is a coolant also. This is കാട്ടുകൃത്താവ് or Ocimum gratissimum, കാട്ടുതുളസി എന്നൊക്കെ പറയും. The leaves are good for making the coffee. ചുക്ക് കാപ്പിയിൽ ഇതിന്റെ ഇലയും ഇട്ട് തിളപ്പിച്ച് കാപ്പി കുടിക്കാം. And also the leaves made boiled in water and the inhale for reducing the problems of cold and fever. ആവി പിടിക്കാനും നല്ലതാണ്. Then next is the Dasamulam. It's a combination in the traditional medicine. These are the 10 combinations of 10 medicines. The roots are commonly used. That is Melena arborea, Kumbul Govalam Badri, Palakapayani, Orilla Movilla, Kartayunda, Viltayunda, Munya, Nerini. Especially the Nerini, except the Nerini, all others, the roots are medicinally important, medicinally used. That is Desamulam. Then this is Desa Pushpam, that is the 10 combinations of flowers in traditional, especially in Kerala. These are the 10 combinations. This is Tribhala, that is the 3 combinations. Terminalia cebula, Terminalia valerica, and Embolica vaginalis. In ethnomedicine or in Ayurveda, every problems are came from the upsetting the balance of the 3 doshas, that is Vata, Pitta, Kapha. This medicine is used for keeping the balance of these 3 doshas. Then next is Nalpamaram, that is 4 ficus plants. Atti itti arayal Ficus racemosa, Ficus religiosa, Ficus bengalensis, then Ficus microcarpa, that is itti. Then the common problems, lifestyle diseases, these are arises from the fast food and the current lifestyle problems, cholesterol, BP, cardiac problems. This has remedy in our traditional medicines. This ashwagandha, ginger, buttermilk, turmeric, garlic, bitter gourd. These should be included in our diet for reducing the problems. Then the non-alcoholic fatty liver, that is also a problem related with the fast food culture. Green tea, black tea, the Candela leaves, gooseberry, curry leaves, bitter gourd, these are good for reducing the fatty liver problems. Then the dengue fever, chikungunya, all are the problems associated with the fast food. The answer is neem or the amrudu, Gymnospora cordifolia, ginger, jasam. These are good for reducing the problems. Then the conclusion is, so if you are following the traditional medicinal practices, we have to conserve our biodiversity. So നമ്മുടെ പ്രിൻസിപ്പിൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റും ഈ ചെടികൾ സൂക്ഷിക്കുകയാണെങ്കിൽ, സംരക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ ഹോംസ്റ്റെഡ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് നിലനിർത്താൻ പറ്റും. അതോടൊപ്പം ഈ ബയോഡൈവേഴ്സിറ്റിയെ കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുപാടും ഒരു
നമ്മൾ ജീവിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുള്ള സഹജീവികളെയും ജീവിക്കാൻ ഉള്ള അവസരം കൊടുക്കുക. ലീവ് ആൻഡ് ലെറ്റ് ലീവ്. ആൻഡ് ഓൾസോ ദിസ് മെഡിസിനൽ പ്രാക്ടീസ് ഹാവ് ലെസ് സൈഡ് എഫക്ട്സ് കമ്പയർ ടു ദ മോഡേൺ മെഡിസിൻ. സോ നമുക്ക് സെൽഫ് സബ്സ്റ്റനൻസ്, സ്വയം പര്യാപ്തത ചെയ്യാൻ പറ്റും. നമ്മുടെ മോഡേൺ മെഡിസിനിലെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ സാധിക്കും. സോ ദ സൊല്യൂഷൻ ഓഫ് ദിസ് പ്രോബ്ലംസ് ലീവ് ഇൻ ഹാർമണി വിത്ത്, നമ്മൾ ചുറ്റുപാടുള്ള പരിസ്ഥിതിക്ക് ചുറ്റും അനുയോജ്യമായി ജീവിക്കാൻ പറ്റണം. കൺസ്യൂം ഫുഡ്സ് ഓൺലി വെൻ നീഡഡ്, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആഹാരം കഴിക്കുക. പ്രിഫർ ഹോട്ട് ഫുഡ്സ്, ചൂടുള്ള ആഹാരങ്ങൾ കഴിവതും കഴിക്കുക. ട്രൈ ടു ഇൻക്ലൂഡ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ദാറ്റ് ഈസ് എക്കോ ഫ്രണ്ട്ലി. ഇൻ ട്രഡീഷണൽ മെഡിസിൻ ദ ഫുഡ് ഇറ്റ് സെൽഫ് മെഡിസിൻ. ആ കഴിക്കുന്ന ആഹാരം തന്നെയാണ് മരുന്ന്, വേറെ മരുന്നിന് പോകേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ദ ബോഡി വിൽ ബി ഏബിൾ ടു ഡെവലപ്പ് more resistance power, acquire more resistance power, so that the attack of the viruses or the diseases will be less. So may I conclude with this slide. Loka samasta sukhino bhavantu. Okay. Thank you. താങ്ക് യു സർ. ഇത്രയും നല്ലൊരു ക്ലാസ്, ഇത്രയും അറിവുകൾ നമുക്കായിട്ട് പങ്കുവെച്ചതിന് വളരെയധികം നന്ദി സർ. ആർക്കെങ്കിലും ഇനിയും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും സാറിനോട് ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ കൈൻഡ്ലി ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. സർ ലിറ്റിൽ ഗോഡ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ലിറ്റിൽ ഗോഡ്. Okay. Little god, that is Cephalandra indica or Coccinia indica. In Malayalam it is called കോവയ്ക്ക. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ include ചെയ്യാം. Hello, sir. Okay. Hello, sir. Thank you for the wonderful presentation, sir. Sir, എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളുടെ ഈ ഇൻഡിജീനിയസ് ട്രഡീഷണൽ നോളജ് നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് നോക്കണം എന്ന് വെച്ചാൽ നോക്കാനായിട്ട് ഏതെങ്കിലും പെർട്ടിക്കുലർ ബുക്സോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് സാറിന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള ഈ ട്രഡീഷണൽ നോളജ് എല്ലാം സൈറ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഉണ്ടോ? May I know your name? Sir, my name is Naomi George. Okay. You are student or? I'm a research scholar. I'm a research scholar, Oh. sir. In ethnobotany. Yes, and currently I'm doing research in food chemistry. I'm a plant science student also, doctor. Yes. Okay. So your question is very relevant. These ethnobotanical practices are not documented properly. That is the problem. So we should try for documenting this ethnobotanical knowledge. നമ്മളിതിപ്പോൾ ഒരു പ്രോപ്പർ റെഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്നോബൊട്ടാണി ബൈ ജെയിൻ എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലെ, പ്രത്യേകിച്ച് നമ്മുടെ ലോക്കൽ പീപ്പിൾസിൽ, അതായത് നമ്മുടെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പല നോളജുകളും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, അത് ഡോക്യുമെന്റ് ചെയ്തിട്ടില്ല. ഇത് അങ്ങനെയുള്ള ഡോക്യുമെന്റ് ചെയ്യാനായിട്ട് നമ്മളെ പോലുള്ളവർ തന്നെ മുതിർന്നു വരേണ്ടിയിരിക്കുന്നു. അതിനുള്ളൊരു ശ്രമമായിട്ടൊക്കെ വേണം ഇത് കരുതാവുന്നതാണ്. Thank you, sir. Thank you. കരുതാവുന്നതാണ്. യെസ് സർ, അത് ഞാൻ ഈ നമ്മുടെ ഈ ജെയിന്റെ ബുക്കിലെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കേരളത്തിന്റെ ITK കിട്ടുന്നില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ. അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മൾ തന്നെ ഇറങ്ങേണ്ടിയിരിക്കുന്നു. യങ് ജനറേഷൻ, ന്യൂ ജനറേഷൻസ് ഇറങ്ങി തിരിക്കേണ്ടിയിരിക്കുന്നു. യെസ്, താങ്ക് യു ഫോർ ദ മോട്ടിവേഷൻ സർ. അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഞാനും അതിനൊരു പങ്കാളിയാകാൻ തയ്യാറാണ്. Thank you so much, sir. We will surely look into that, doctor. Okay, thank you. Sir, chat box ഒരു question വന്നിട്ടുണ്ട്. Some plants have problems of overuse.
അപ്പോൾ പ്ലാന്റ്സിന്റെ ഓവർ യൂസ് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ലതിനെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ട്. സാർ അതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. Some of the plants have no problem അല്ല. Overuse അതല്ലേ? അതെ അതെ സാർ, അതെ അതെ. ഓക്കെ, അത് ഞാനിവിടെ പറഞ്ഞിരുന്നു. അതായത് കഴുതാമയുടെ ഒരു 10 സെന്റിമീറ്റർ അല്ല 5 സെന്റിമീറ്ററിന്റെ തണ്ട് വേരെയോ തിളപ്പിച്ച വെള്ളം 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം കടിച്ചാൽ മതി. അതിന് പകരം നമ്മുടെ അസുഖം പെട്ടെന്ന് മാറ്റാൻ എന്ന് പറഞ്ഞ് കഴുതാമയുടെ പൊടി എടുത്തിട്ട് സ്ഥിരമായിട്ട് ഒരാൾ കഴിച്ചാൽ അത് പ്രശ്നം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിനാണ് ഡോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഹാരം ഔഷധമായിട്ട് പ്രവർത്തിക്കും അതിൻ്റെ ഡോസിൽ പോയാൽ. ഓവർ ഡോസ് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് ഒരു അറിയാവുന്ന ഒരാളുടെ, ഒരു മെഡിസിനൽ പ്രാക്ടീസർ ചെയ്യുന്ന ഒരാളുടെ അറിവുമായിട്ട് ചേർന്ന് അല്ലെങ്കിൽ അഡ്വൈസ് തേടുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഡോസ് കുറച്ച് കഴിക്കും. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്. ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഗ്യാപ്പിൽ വേണം മരുന്നുകൾ കഴിക്കാനും. കഴിക്കുന്നതിൻ്റെ ഓവർ ഡോസ് പാടില്ലതാണ്. എങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം കിട്ടത്തുള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓവറായിട്ട് വെച്ചാൽ അസുഖം മാറത്തില്ലെന്നല്ല, അസുഖം കൂടുകയും ചെയ്യും. ക്ലിയർ ആയ മീര? Hello. Amity. Can you hear me? Yes sir. I am Dr. Stephen. Okay sir, welcome. Can you hear me? Surely. Pramod. Surely sir. And I am happy to announce to the whole group that on 27th Friday there will be an international webinar on the possibility of Syngona to control COVID. And here I like to ask a simple question to Pramod sir, that is, in Kerala Britishers planted about 10 acres near Pyramid, and in many houses 2 or 3 plants, 2 or 3 Syngona trees were planted. And when they are having any type of diseases, fever, cough, anything, some bark is taken and the juice is taken, and their disease they're cured with the Syngona bark. Each and common people. So I think, or I am sure that this aspect is very much related with your talk. Okay. Please, your opinion about that. This Syngona, sir, this Syngona plant is an exotic plant. Yeah, it is South American plant. It is medicinal property was discovered 25,000 years back. And Yes. Britishers planted in Ooty 60,000 acres in 1860. And the Britishers planted it in Sri Lanka in 1 lakh acres in 1860. Then an adulteration, that is Artemisia plant came, and then hydroxychloroquine. But at that time, common people planted these plants in their premises, ethnomedicine. That is why the ethnomedicinal importance of Syngona. That is my question to you. Yes, sir. Yeah. This plant is, of course, is a medicinally important plant. But in Kerala, this plant is not commonly available in our homesteads. It was available about 100 years back, 120 years back, 140 years back. This plant is growing in Palodu, like some pockets of Western Ghats. Yeah, sure. So we the have people, recently that 10 acre I have visited there with the help of forest staff, and that 10 acre is not there, but there I have seen 2 small plants. Yes. And we should restore, as your conclusion, we should restore. I am listening the whole talk of you, and we should restore such plants. Yes, we should. We should. We should restore. നമ്മൾ ചെയ്യണം. Restore. Sure. So there is some difficulty in the propagation. That is, we can see in the history there is some difficulty, because as in the case of coffee, it is flowering and seeds are very difficult to germinate. However, Britishers developed the technology so that they planted 60,000 acres in Ooty and 1 lakh acres in there. There are tablets form it is available, 200 mg to 600 mg. So it was as an used by people itself,
and it was available in the market also as tablets form and liquid form. So, okay, thank you so much. Thank you so much and congratulations. Thank you, sir. Thank you, sir. Thank you, sir. Sir, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദ യൂസേജ് ഓഫ് കൺസ്യൂമിംഗ് പ്ലാന്റ്സ് ആസ് മെഡിസിൻ, ഫോർ എക്സാമ്പിൾ മുരിങ്ങ, ആൻഡ് ഹൗ മച്ച് വി ക്യാൻ കൺസ്യൂം എ ഡേ ആസ് എ പൗഡർ ഓർ ഇൻ എ റോ ഫോം? ഒരു മെഡിസിൻ ഫോർ ഓക്കെ മുരിങ്ങ. ഓക്കെ ഓക്കെ. പിന്നെ മുരിങ്ങയിലേക്ക് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മുരിങ്ങ മുരിങ്ങ ലീവ്സിന് മുരിങ്ങ ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. This Moringa is a medicine. No, I don't know about the antifungal property of this medicine, but this Moringa has several other good property, rich source of beta carotene and other. Yes, but the dosage the dosage may be up to 100 grams per day or like that. ഒരാൾ ഒരു ദിവസം ഒരു 100 ഗ്രാമിൽ കൂടുതലൊന്നും ചമ്മന്തിയായിട്ട് അതല്ല തോരനായിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് മേ ബി റിലേറ്റഡ് വിത്ത് ദ ബോഡി വെയിറ്റ് ഓൾസോ. ഓവർ ഡോസേജ് കഴിച്ചാൽ, ഈ മുരിങ്ങ കഴിച്ചാൽ, ഇറ്റ് കണ്ടെയ്ൻസ് സാപ്പോണിൻസ് ദാറ്റ് കോസ് ദ ഡയറിയ, നോട്ട് ഡയറിയ, നമ്മൾ ലൂസ് മോഷൻ ഉണ്ടാകും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. ദിസ് ക്രിയേറ്റ്സ് ലൂസ് മോഷൻ ഓൾസോ. സർ, മണിത്തക്കാളിക്ക് ക്യാൻസറസ് ആന്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മണിത്തക്കാളി സൊളാനൻ നൈഗ്രം has anti-cancer property because this contains antioxidants. All plants contain antioxidants. These antioxidants scavenge the free radicals. That is anti-cancerous property. Okay, so all plants have anti-cancerous property, especially the Solanum nigra also, because it has antioxidants. These antioxidants scavenge the free radicals, which is the root cause of cancer. Sir, one question regarding Peperomia pellucida. Okay, Peperomia pellucida. അത് ഞാൻ മലയാളത്തിൽ പറയാം. ദിസ് പെപ്രോമിയ പെല്യൂസില ഇൻ മലയാളം ഇറ്റ് ഈസ് കോൾഡ് മഷിത്തണ്ടു എന്ന് പറയും, അല്ലെങ്കിൽ വെറ്റത്തണ്ട് എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് ഞാനൊരു ആർട്ടിക്കിൾ ഈയിടെ കണ്ടിരുന്നു, ഒരു യൂട്യൂബിലെ ഒരു സംഭവം കണ്ടിരുന്നു. അത് നമ്മുടെ നാട്ടിൽ അത്ര പ്രചാരം ഉണ്ടായിരുന്നല്ല, പക്ഷെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് ഗുണമുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ദാറ്റ്. Peperomia pellucida. Okay, sir. Questions ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് സർ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഇല്ല, തീർച്ചയായിട്ടും റുക്സാന അല്ലേ, റുക്സാന കബീർ. ഓക്കെ, റുക്സാന കബീർ നമ്മളിപ്പോൾ പറഞ്ഞ അത് തന്നെയാണ്. ഇത് ഈ പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മുടെ ആഹാരം തന്നെയാണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നുള്ള വാക്കാണ് ഇവിടെ നല്ലത്. ഇറ്റ്സ് എ ന്യൂട്രീഷ്യസ് ഓൾസോ. ദിസ് നമ്മൾ നെല്ലിക്ക ചമ്മന്തി അരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആഹാരമായിട്ട് മാറുന്നു. ആഹാരം നമ്മുടെ ബോഡിയിൽ റെസിസ്റ്റൻസ് പവർ കൂട്ടാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ന്യൂട്രാസ്യൂട്ടിക്കലാണ്. അന്നേരം അത് ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ മതി. നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ കഴിക്കുന്നതുകൊണ്ട് ഒരു ദോഷവും ഇല്ല, ഗുണമുള്ളതാണ്. ദാറ്റ് ഈസ് എ ന്യൂട്രാസ്യൂട്ടിക്കൽ. ദാറ്റ് വേർഡ് ഈസ് മോർ ആപ്റ്റ്. ക്ലിയർ? റുക്സാന കബീർ, ഇസ് ഇറ്റ് ക്ലിയർ? സർ, പിന്നെ ഫേൺസിന്റെ കാര്യം ചോദിക്കുന്നുണ്ട്. മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഫേൺസിന്റെ. ഫേൺസിന് മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നമ്മൾ സെലാജിനെല്ലയുടെ പല സ്പീഷീസും നോർത്ത് ഇന്ത്യയിൽ അത് ഉപയോഗിക്കുമായിരുന്നു. മരുന്ന് പല ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടും ഉപയോഗിക്കുന്നു, പല സ്പീഷീസും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പെറാട്ടോട്ടറിസ്, അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പെറാട്ടോട്ടറിസ്. മാർസീലിയയുടെ ലീവ്സ് കറി വെക്കാനായിട്ട് പല
ട്രൈബൽ പീപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്, മാർസീലിയ. നമ്മളത് പലതും ഉപയോഗിക്കുന്നില്ല, ചവിട്ടിക്കളയുന്നതാണ്. പക്ഷേ പല ഫേൺസും മെഡിസിനലായിട്ടും അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മാർസീലിയ ഉപയോഗിക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ മാർസീലിയ വെജിറ്റബിൾ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. താങ്ക് യു സർ. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് സെക്കൻഡ് MSc ബോട്ടണിയിലെ റെനുശ്രീനെ സ്വാഗതം ചെയ്യും. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സെന്റ് പീറ്റേഴ്സ് കോളേജ് കോലഞ്ചേരി ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നാട്ടറിവുകളുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ നടന്ന വെബിനാർ ഒരു വിജയമാക്കി തീർത്തതിൽ ഏവർക്കും നന്ദി അറിയിക്കുക എന്നതാണ് ഇന്നത്തെ എന്റെ കർത്തവ്യം. ആദ്യം തന്നെ ഈ വെബിനാറിൽ പങ്കെടുത്ത് എല്ലാവിധ പ്രോത്സാഹനവും നൽകിയ പ്രിൻസിപ്പൽ ഡോക്ടർ ഷാജു വർഗീസ് സാറിന് എന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിൽ 1000 നന്ദി അറിയിക്കുന്നു. നാട്ടറിവുകളുടെ പ്രാധാന്യം നിത്യജീവിതത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ധാരാളം പുതിയ അറിവുകളും പുതുപുത്തൻ ആശയങ്ങളും പങ്കുവെച്ചും നമുക്ക് ചുറ്റുപാടുമുള്ള പ്ലാന്റ്സിന്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഒരുപാട് അറിവുകൾ പകർന്നു തന്നും നമ്മളോടൊപ്പം ഇത്രയും സമയം ചിലവഴിച്ച ഡോക്ടർ പ്രമോദ് കുമാർ N സാറിന് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിക്കുന്നു. ഇത്രയും നല്ലൊരു വെബിനാർ നമുക്ക് വേണ്ടി സംഘടിപ്പിച്ച് എല്ലാവിധ പ്രോത്സാഹനവും നൽകി കൂടെ നിന്ന ബോട്ടണി ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ടീച്ചേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും കോളേജിന്റെ പേരിലും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുത്ത് വളരെയധികം സഹകരിച്ചും ഇത്രയും സമയം ശ്രദ്ധാപൂർവം ശ്രവിച്ചും ഈ പരിപാടിയെ ഒരു വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റെനുശ്രീ. പ്രമോദ് സാർ വളരെയധികം നന്ദി ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ അറിയിക്കുന്നു. ഇടയ്ക്ക് എന്ത് പറ്റിയതാ? ഇടയ്ക്ക് കുറച്ചു നേരം ലെഫ്റ്റ് ആയി പോയെന്ന് തോന്നുന്നു സാറേ. നമ്മൾ ഫീഡ്ബാക്ക് ഫോം ചാറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും ഫില്ല് ചെയ്യുക നമ്മുടെ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ വെബിനാർ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഓൾ ഫോർ ജോയിനിങ്. താങ്ക് യു സർ. താങ്ക് യു സർ.